ഡിറ്റക്റ്റീവ് ഷെർദിൽ C5 ഡയറക്റ്റ് OTT റിലീസായ പടമാണ്. രവി ഛബ്രിയെ സംവിധാനം ചെയ്ത് ദിൽജിത്ത് ദൊസാഞ്ച് നായകനായിട്ട് വന്ന ഈ ഹിന്ദി മിസ്റ്ററി കോമഡി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ബൂഡപെസ്റ്റിലെ ഒരു കോടീശ്വരൻ കൊല്ലപ്പെടുന്നു. അത് അന്വേഷിക്കാനായിട്ട് ഡിറ്റക്റ്റീവ് ഷെർദിലും പാർട്ണറായ നടാഷയും എത്തുന്നതും തുടർന്ന് നടക്കുന്ന അന്വേഷണവുമാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ചുമ്മാ ത്രില്ലർ എന്ന പേരിൽ ഒരു പടം. ഒരു സ്ഥിരം സ്റ്റൈൽ മർഡർ ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. അതിനിടെ കുറച്ച് കോമഡിയൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രം. കോമഡി ഒന്നും അത്ര ചിരിക്കാൻ തോന്നിയില്ല എന്നുള്ളത് വേറെ കാര്യം. ഈ നൈവ്സ് ഔട്ട് പടങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു സ്റ്റൈലിൽ ഒരു ഹൂഡൺ ഇറ്റ് ഡിറ്റക്റ്റീവ് ഡ്രാമയും ഒപ്പം ഷെർലോക്കിന്റെ പേരിനോട് ചേരുന്ന വിധത്തിൽ ഷെർദിൽ എന്നൊക്കെ ആക്കി ഇന്ത്യയുടെ സ്വന്തം ഷെർലോക്ക് ആക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. പക്ഷേ ശ്രമം അത്രയ്ക്ക് വിജയിച്ചില്ല. കണ്ടിട്ട് ഒരു ഇന്ത്യൻ സിനിമയായിട്ട് പോലും തന്നെ തോന്നിയില്ല. നായകനായിട്ട് ദിൽജിത്ത് ദൊസാഞ്ച് ആണ് വന്നത്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. പക്ഷെ പലയിടത്തും എനിക്ക് രൺബീർ കപൂർ അല്ലെങ്കിൽ ആയുഷ്മാൻ ഖുറാന എന്നിവരുടെ ചില മാനറിസങ്ങളൊക്കെ ഓർമ്മ വന്നു. അസോസിയേറ്റ് നടാഷയായിട്ട് വന്ന ഡയാന പെൻറ്റി, അതുപോലെ ശാന്തിയായിട്ട് വന്ന ബനിത സന്ധു എന്നിവർ ഓക്കെ ആയിരുന്നു. പൂർവ്വക്കായിട്ട് വന്ന അർജുൻ തൻവാറും ഓക്കെ ആയിരുന്നു. ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ ഡീസന്റ് ആണ്, ഓക്കെ ആണെന്ന് പറയാം. അക്ഷയ് കുമാറിന്റെ ശബ്ദമൊക്കെ ഉള്ള ഒരു അങ്കിളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ക്യാമറ ലൊക്കേഷൻ ഒക്കെ നല്ലതാണ്. മാർക്സിൻ ലസ്കവേസ് ആണ് ഇതിന്റെ ക്യാമറ. സംവിധായകൻ രവി ഛബ്രി തന്നെയാണ് ഇതിന്റെ എഡിറ്ററും. ജോയൽ ക്രാസ്റ്റോ ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു പാട്ടേ ഉള്ളൂ, അത് ടൈറ്റിൽ ടൈമിലാണ് രക്ഷപ്പെട്ടു. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാല് നമ്മൾ കണ്ടുമെടുത്ത ഒരു മിസ്റ്ററി ആയിപ്പോയി. പടത്തിന്റെ ട്വിസ്റ്റ് ഒക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത മേക്കിംഗ് ആണ്. വളരെ അലസമായിട്ട് എഴുതിയ, മൊത്തത്തിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. പിന്നെ പടം കാണുമ്പോൾ ലോജിക് ഒന്നും നോക്കാൻ പാടില്ല, അതില്ല. എന്തിന്, ഒരു മർഡർ നടന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. തുടക്കത്തിലെ നടാഷ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ അനാവശ്യ ബിൽഡപ്പും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിന്റെ മൊത്തം കുറെ ഊള മാസ് ഇൻട്രോ, സ്ലോ മോഷൻ. പിന്നെ ഇവര് ഹിന്ദിക്കാർ എല്ലാ കഥയും വിദേശത്തോട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഇംഗ്ലീഷ് ആൻഡ് വിദേശ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിനെ പോട്ടേന്ന് വെക്കാം. സോ ആകെ മൊത്തം ടോട്ടലിൽ മോഡേൺ മിസ്റ്ററീസ് ഇഷ്ടമുള്ള ആളുകൾക്ക് ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പടമാണ്. ഒരു ബിലോ ആവറേജ് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പടം C5 നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.